നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി വരുന്നത് മഴക്കാലം. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഏറ്റവും പുതിയ വിലയിരുത്തൽ. യെല്ലോ അലർട്ട് പുതുക്കി കാലാവസ്ഥാ കേന്ദ്രം. 64.5 മുതൽ 111.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത. ഉഷ്ണതരംഗം കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിന് ആശ്വാസം. സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യാൻ സാധ്യത. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് പുതുക്കി. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് പുതുതായി മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ പ്രകാരം സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം 64.5 മുതൽ 111.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനാണ് സാധ്യത. അതിനിടെ തിരുവനന്തപുരം, പത്തനംതിട്ട അടക്കം വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്തു. കനത്ത മഴയിൽ പത്തനംതിട്ട അടൂർ റോഡിൽ മങ്കുഴിയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടനാടുകളിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അസഹനീയമായ ചൂടിന് ആശ്വാസമായാണ് വേനൽ മഴയുടെ വരവ്. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനത്തിൽ നാളെ പത്തനംതിട്ടയിൽ മാത്രമാണ് യെല്ലോ അലർട്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മഴ ലഭിക്കും. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് പത്തനംതിട്ട 15/5/2024, തിരുവനന്തപുരം, പത്തനംതിട്ട 16/5/2024, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി 17/5/2024, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അട്ടപ്പാടിയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശമുണ്ടായി. പട്ടിമാളം സ്വദേശി പഴനിയുടെ 200-ൽ പരം വാഴകൾ ഇന്നലെ രാത്രി പെയ്ത മഴയിലും കാറ്റിലും നശിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുവെന്നും നഷ്ടപരിഹാരത്തിനായി കൃഷിഭവനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുംബൈയിൽ സീസണിലെ ആദ്യ മഴ കടുത്ത വേനലിൽ വെന്തുരുങ്ങുന്ന നഗരത്തിനും ആശ്വാസമായി. അതേസമയം സീസണിലെ ആദ്യ മഴ എയർപോർട്ട് പ്രവർത്തനങ്ങളെ ബാധിച്ചു. അപ്രതീക്ഷിതമായ മഴയും പൊടിക്കാറ്റും പലയിടത്തും ഗതാഗതം താറുമാറാക്കി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആകാശം ഇരുണ്ടതായി രൂപപ്പെട്ടതും പൊടിക്കാറ്റിന്റെ അകമ്പടിയോടെ സീസണിലെ ആദ്യ മഴയ്ക്ക് മുംബൈ സാക്ഷ്യം വഹിച്ചതും. മഴ മുംബൈയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികൾക്ക് ചൂടിൽ നിന്ന് ആശ്വാസം നൽകിയെങ്കിലും ആകാശം പൊടിപടലങ്ങളാൽ വലയം ചെയ്യപ്പെട്ടു. മുംബൈയിലെ ഗഡ്കോപ്പർ, ബാന്ദ്ര, കുർള, ധാരാവി മേഖലകളിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ മുംബൈ വിമാനത്താവളത്തിലെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. പാൽഘർ, താനെ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.